പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. സൂറത്തു അന്നംല് 48-ാമത്തെ വചനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ആ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഈ വായനയിലൂടെ എല്ലാവിധ ശത്രുതയും നീങ്ങി, പകയും നീങ്ങി, മനുഷ്യർക്കിടയിൽ ഒരു സ്നേഹവും കരുണയും, മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര നമ്മുടെ മറ്റു സഹോദരങ്ങളിലേക്കും ഈ ക്ലാസ്സുകൾ എത്തിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ സ്വയം ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഉള്ളിൽ തന്നിട്ടുള്ളത് അപാരമായ ഒരു നിധിയാണ്. അതിനെ ആര് പറഞ്ഞാലും നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ സ്വയം യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെട്ട സത്യങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ അനുഭവമാണ് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ എത്ര വലിയ ജ്ഞാനിയാണ് എന്ന് മനസ്സിലാക്കിയാലും അവര് പറയുന്നത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, അതേപടി വിഴുങ്ങരുത്. ഖുർആനിന്റെ തത്വം അതാണ്. ലം യഖ്റു അലൈഹ സുമ്മം വ ഉംയാന എന്നാണ്. അവരെന്റെ വചനങ്ങൾ കേട്ട അതിലേക്ക് സുമ്മം വ ഉംയാനായിട്ട് വീഴൂല എന്നാണ്, അതിന് കീഴ്പ്പെടൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ സുമ്മ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ, ഉംയാൻ എന്ന് പറഞ്ഞാൽ അന്ധനായി ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ആ പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന രീതിയിൽ എൻ്റെ വചനങ്ങളിലേക്ക്, എൻ്റെ ആയത്തുകളിലേക്ക് അവർ വീഴൂല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ ക്ലാസ്സുകൾ കേൾക്കാൻ എനിക്ക് വേണ്ടത്. അന്ധമായി അനുകരിക്കുന്ന ഒരു ജനതയെ അല്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് പറയാനുള്ള കാരണം, നമ്മുടെ പല സഹോദരങ്ങളും നമ്മൾ പറഞ്ഞതിൻ്റെ അപ്പുറം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഭയങ്കരമായ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഹദീദ് വിശദീകരിച്ചപ്പോ ബസ്റുക്കൽ യൗമ ഹദീദ് എന്നും കൂടി മാഷ് സൂറത്തുൽ കാഫിലെ മുമ്പ് പറഞ്ഞിരുന്നതാ മാഷ്. എന്നാൽ ഈ ക്ലാസ്സിൽ അത് പറയാതെ പോയി, അതുകൂടി പറയേണ്ടതായിരുന്നു. സബൂർ വിശദീകരിച്ചപ്പോ സുബറൽ അവ്വലീൻ എന്നുള്ള ആ ആയത്ത് കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതായിരുന്നു എന്ന് മറ്റൊരു ഗുരുനാഥൻ സൂചിപ്പിക്കേണ്ടായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ. അതെനിക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. കാരണം നമ്മൾ പറയുന്ന അതേപടി വിഴുങ്ങുന്ന ഒരു സമൂഹമല്ല, അതിനപ്പുറത്തേക്ക് അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ശ്രോതാക്കൾ എന്ന് കേൾക്കുമ്പോൾ, അവരാണ് എൻ്റെ ക്ലാസ്സുകൾ ശ്രവിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നമ്മൾ പറഞ്ഞത് അപ്പടി വിഴുങ്ങുന്ന ആളുകൾ കിട്ടലല്ല എൻ്റെ ആവശ്യം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ഇതാണ് ആ വചനം. ഇതാണ് ആ 48-ാമത്തെ അന്നംലിലെ 48-ാമത്തെ വചനതാണ്. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊരു പാരമ്പര്യ അർത്ഥം നമ്മൾ വായിക്കും. പട്ടണത്തിൽ 9 ആളുകൾ ഉണ്ടായിരുന്നു. അവര് ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയായിരുന്നു. അവർ നന്മ പ്രവർത്തിക്കുകയായിരുന്നില്ല എന്ന അർത്ഥം വായിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക. അത് നമ്മുടെ യുക്തിബോധത്തിന് ദീനിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന അത് നമ്മൾ തള്ളിക്കളയാ. ചിന്തിക്കണം. ഖുർആനില് നിങ്ങളെന്താ പിന്തുടരുന്നില്ലേ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. നിരവധി തവണ ഖുർആനിൽ അഫലാ തതഫക്കറൂൻ, അഫലാ തഅഖിലൂൻ എന്ന്, അഫലാ തതദബ്ബറൂൻ എന്ന് ഇങ്ങനെ ചിന്തിക്കാനും അന്വേഷിക്കാനും
ആഴത്തിൽ പഠിക്കാനും ആണ് ഖുർആൻ നിരന്തരം പറയുന്നത്. അഫല തഹ്ഫളൂൻ, നിങ്ങളിത് മനഃപ്പാടമാക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അഫല തത്തബിഊൻ, നിങ്ങൾ എന്താണ് പിന്തുടരാത്തത് എന്ന് ചോദിക്കുന്നില്ല. ചിന്തിക്കാനാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ചിന്തയെ പാടില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ നമ്മൾ ഈ വചനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാം. എന്താണ് ഇപ്പൊ ഈ 9 ആളുകൾ ടൗണില്, പട്ടണത്തിലുള്ള 9 ആളുകൾ, എന്താ ഇപ്പൊ ഈ പട്ടണത്തിൽ 9 ആളുകൾ? ഏതോ ഒരു പട്ടണത്തിൽ 9 ആളുകൾ ഉണ്ടായിരുന്നു, 9 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവര് ഫസാദ് ഉണ്ടാക്കിയിരുന്നു, അവര് ഇസ്ലാഹ് നടത്തിയിരുന്നില്ല എന്ന് പറയുന്നതില് എന്താണ് പറയുന്നതിലെ ഒരു യുക്തി എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഈ വചനമല്ല, എല്ലാ വചനങ്ങളെ കുറിച്ചും നമ്മൾ സൂക്ഷ്മമായി പഠിക്കണം. എന്താണ് ആ പറഞ്ഞത്? അതിൽ എന്താണ് ഇപ്പൊ എനിക്ക് മാതൃകയാക്കാനുള്ളത്? ഏത് കാലഘട്ടത്തിലും പ്രായോഗികമായ ഒരു തത്വശാസ്ത്രമാണ് ഖുർആൻ. കാലദേശങ്ങൾക്ക് അതീതമായ ആശയമാണ് ഖുർആൻ പറയുന്നത് എന്നിരിക്കെ ഏതോ ഒരു നാട്ടിൽ 9 ആളുകൾ പിന്നെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര കാര്യം? നിങ്ങൾ ഫസാദ് ടൗണിൽ ഉണ്ടാക്കരുത്, ടൗണിൽ ജീവിക്കുന്ന നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്നൊരു തത്വമാണോ അതിൽ നിന്ന് കിട്ടേണ്ടത്? എന്തോ ആകട്ടെ, നമുക്ക് അതിന്റെ വൈജ്ഞാനികമായ, അതിന്റെ ആധ്യാത്മികമായ വായനയിലേക്ക് നമുക്കൊന്ന് പോകാം. അത് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ചില സഹോദരങ്ങളുടെ പ്രതികരണം ഞാൻ കണ്ടു. ഖുർആനിന്റെ വിശാലമായ അർത്ഥത്തെ അറിവ് എന്ന് പറയുന്ന ഒരു പരിമിതമായ ഒരു തലത്തില് ഈ വായനയിലൂടെ ഒതുക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഒരു പ്രതികരണം കണ്ടത്. അത് ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ഒരു പ്രതികരണമാണ്, അല്ലാതെ അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കൂല. അപ്പം നമ്മള് അത് എൻ്റെ ഒരു സഹോദരനാണത്. അങ്ങനെ പ്രതികരിക്കുന്ന ആളുകള് അവരുടെ ആ നിലയിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ നമ്മളതിൽ കുറ്റം കാണേണ്ടതില്ല. കാരണം വേദം എന്ന് പറയുന്നത് കക്കൂസിലിരിക്കാൻ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഭാര്യയുമായി ഇടപഴകേണ്ടത്, അതുപോലെ തന്നെ അടുക്കളയിലെ ഭക്ഷണത്തിന്റെ മെനു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന ആ ധാരണയിൽ നിന്ന് വരികയാണിത്. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സത്യത്തിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അറിവ് വേണം, യുക്തിബോധം വേണം, അതുപോലെ തന്നെ ജ്ഞാനം, നമുക്ക് ഇൽമും വേണം, മഅരിഫത്തും വേണം. ഇത് രണ്ടും വേണം. അതുപോലെ തന്നെ മന്തിക്ക് യുക്തിബോധം ഒരു മനുഷ്യനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവനിൽ റഹ്മത്ത്, കാരുണ്യം ഉണ്ടായിരിക്കണം. അതിനും കഴിഞ്ഞ് അവനൊരു ഇൻസാന് അല്ലെങ്കിൽ ഇൻസാനിയത്ത്, അവനിൽ മാനവികത വേണം. ഇതല്ലാതെ ബാക്കിയൊക്കെ അവന് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. ഇത് അവന്റെ ഉള്ളിൽ തന്നെയുള്ള സംഗതികളാണ് ഇതൊക്കെ. ഇത് അവനെ കണ്ടെത്തിയാൽ ബാക്കി അവന്, ഇപ്പൊ നമ്മൾ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ബാത്റൂം പിന്നെ പോയിരുന്ന ആ അവസ്ഥയല്ല ഇന്ന്. അതിലും എത്രയോ പുരോഗമിച്ചു. ആ വലത് കാലൂന്നി ഇടത് കാലിൽ ഭാരം കൊടുത്ത് ഇരിക്കുന്ന ആ കക്കൂസിലിരിക്കുന്ന രൂപമല്ല ഇന്ന് നമുക്കറിയാം. അതിന്റെ അപ്പുറത്തേക്ക് പോയി അതിൻ്റെത്. അപ്പൊ ഇനി അത് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിൽ എങ്ങനെ പെരുമാറണമെന്ന് ഒരു സമൂഹത്തെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മെനു എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. ഞാൻ ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യന് ജ്ഞാനം കിട്ടിയാൽ മതി, അവനും ഇൽമ് കിട്ടിയാൽ മതി, അവനും മഅരിഫത്ത് കിട്ടിയാൽ മതി, അവന്റെ യുക്തിബോധം പ്രവർത്തിച്ചാൽ മതി, അവനിൽ റഹ്മത്ത് ഉണ്ടായാൽ മതി, അവനിൽ ഇൻസാനിയത്ത് ഉണ്ടായാൽ മതി. ഇതന്നെയാണ് ഖുർആനിന് പറയാനുള്ളത്. അതിനപ്പുറം വേണമെന്നുള്ള ആളുകൾക്ക് ആ വായനയിലേക്ക് പോകാം എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് വിനീതമായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അത് വിശദീകരിക്കുന്ന 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവ വായിക്കുക. ഇവിടുന്ന് ഇത്രയൊക്കെ തന്നെ ഈ വായനയിൽ നിന്ന് കിട്ടാനുള്ളൂ.
അതിൻ്റെ വ്യത്യസ്തമായ മേഖലകളെ കുറിച്ചാണ് ഖുർആൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അത് സാന്ദർഭികമായി ഒരു പ്രതികരണം ഓർമ്മ വന്നപ്പോൾ സൂചിപ്പിച്ചതാണ്. പിന്നെ ഉള്ള പ്രതികരണം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, വെളുപ്പിച്ചെടുക്കുക, പുട്ടിയടിക്കുക എന്നുള്ളത്. അത് ഈ മുസാഫ് ആ യുദ്ധവും ആളെ കൊല്ലലും നബിയുടെ കല്യാണവും യുദ്ധം മുതൽ ഓഹരി വെക്കലും സയ്യിദിന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യിപ്പിച്ച് നബി കല്യാണം കഴിച്ചതും അങ്ങനത്തെ കഥകളിലൂടെ ഈ ഖുർആനും ഈ ഇസ്ലാമും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം വേറെയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കണം, ഒരിക്കലും ഇതിന്റെ യഥാർത്ഥ വായനയിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവര് അതിന്റെ ചുവട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കും. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി, അതിനപ്പുറത്ത് നമ്മൾ അത്തരം പ്രതികരണങ്ങളെ കാണേണ്ടതില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വകാന ഫിൽ മദീനത്തി, മദീന എന്ന് പറയുന്നത് മദീനത്തുൽ ഇൽമാണ്, മദീനത്തുൽ ജഹലുണ്ട്. അജ്ഞതയുടെ ആയാലും വിജ്ഞാനത്തിൻ്റെതായാലും അത് ഏതൊന്നാണോ അതിൽ പ്രശോഭിച്ച് നിൽക്കുന്നത് അത് അതിന്റെ മദീനത്താണ്. ഇപ്പൊ നബി എന്നെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ സഹീഹും ദഈഫും നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട കേട്ടോ. അന മദീനത്തുൽ ഇൽമി, ഞാനാണ് അറിവിന്റെ മദീന എന്ന് നബി പറഞ്ഞതായിട്ട്. അലിയുൻ ബാബുഹ എന്നാണ് പിന്നീട് പറയുന്നത്. അലിയാണ് അതിന്റെ വാതിൽ. അതിന്റെ വൈജ്ഞാനികമായ തലത്തിലെടുത്താൽ ശരിയാണത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ബോധതലമാണ് മുഹമ്മദ്. അതാണ് മദീനത്തുൽ ഇൽമ്. അതിലേക്ക് കടന്നു വരാനുള്ള വാതിൽ അലിയാണ്, ഉലുവാണ്. അപ്പൊ അത് പിന്നെ വിശദീകരിക്കാം അതിന്റെ ആ ഹദീസിന്റെ വിശാലം. അപ്പോ നമുക്കവിടെ മദീനത്ത് ഇൽമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ നമ്മൾ കോളേജിന് വരെ പേരിടാറുണ്ട്, മദീനത്തുൽ ഉലൂം അറബി കോളേജ് പേരിടാറുണ്ട്, അറിവിന്റെ പട്ടണം എന്ന്. പക്ഷെ ഖുർആനിൽ അള്ളാഹുവിനും മദീനത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം തന്നെ പാടുള്ളൂ. അത് മദീനത്തുൽ ഇൽമാകാൻ പാടില്ല എന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഹദീസിൽ നബിക്ക് അന മദീനത്തുൽ ഇൽമ എന്ന് നബിക്ക് പറയാം. നമുക്ക് മദീനത്തുൽ ഉലൂം എന്ന് പേരിടാം. പക്ഷെ അള്ളാഹു മദീനത്ത് എന്ന് പറഞ്ഞ വജാ റജുലും മിൻ അക്സൽ മദീനത്തി എന്ന് പറഞ്ഞ അത് ടൗൺ തന്നെയാണ്, ടൗണിൽ തന്നെയാണ്. അത് സാധാരണ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കടകളും പീടികകളും നിറയുള്ള ആ ടൗണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ മദീനത്ത്. അത് ദീനിന്റെ ഇടമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മദീന എന്ന് പറയുന്നത് മദീനത്തുൽ ഇൽമിലാണ് അവർ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിസ്അത്ത് എന്ന് പറയുന്നത്, തസഅ എന്ന് പറയുന്നത് ഇത്തിസ ആണ്, അതിന്റെ വിശാലമായ ലോകമാണ്. ആ 9 ഒതുക്കേണ്ടതില്ല. 9 ഒതുക്കിയ ജ്ഞാനികളുണ്ട്. അതല്ല, ഇത്തിസ ആണ് വിശാലമായ പിന്നെ അതിന് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത, ക്ലിപ്തിപ്പെടുത്താൻ കഴിയാത്ത, നിർണയിക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ ലോകമാണ് ആ തിസ്അത്തു റഹത്ത് എന്ന് വിശദീകരിക്കുന്ന ആളുകളുണ്ട്. ആ റഹത്ത് അവര് അനന്തമാണ്, വിശാലമാണ് എന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, ജ്ഞാനികളുണ്ട്. അതല്ല 9 എന്ന് പറഞ്ഞ് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. റഹത്ത് എന്ന് പറയുന്നത് തഹറ എന്ന അക്ഷരങ്ങളാണ്. ത്വാഹാമ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ക എന്ന് പറയുന്ന ആ ത്വാഹ എന്നതിനോട് ത്വാവും ഹാവും എന്ന ഈ 2 അക്ഷരത്തോട് റാവും കൂടി കൂടുമ്പോഴാണ് ത്വഹറ എന്ന് പറയുന്നത്. ആ ത്വഹറ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആയിരിക്കുമ്പോഴേ അവന് യാഥാർത്ഥ്യങ്ങൾ മസ് ചെയ്യാൻ, ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും അവന് കഴിയുള്ളൂ. അതാണ് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ എന്ന് പറയുന്നത്. പരിശുദ്ധരായ ആളുകളല്ലാതെ അത് ഉൾക്കൊള്ളുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒളുണ്ടാക്കി കുളിച്ച് ശുദ്ധിയായി ഒളുണ്ടാക്കിയിട്ടല്ലാതെ മുസ്ഹാഫ് തൊടൂല എന്നുള്ള അർത്ഥത്തിനല്ല. മസ്സ എന്ന് പറയുന്നത് മൂസയാണത്, മനുഷ്യബുദ്ധി ഉൾക്കൊള്ളുകയാണ് ചെയ്യണത്. അതാണ് മസ്സനൂൻ
മിൻ ഹമയും മസ്നൂൻ. മസ്നൂൻ എന്ന് പറയുന്നില്ല, അത് വേറെ വിഷയമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ തഹറ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താത്ത ആളുകളാണ് റഹത്ത് എന്ന് പറയുന്നത്. അതേ അക്ഷരങ്ങൾ തന്നെ, പക്ഷെ തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. തഹറ എന്ന് പറയുന്ന അതേ അക്ഷരങ്ങൾ തന്നെ റഹത്ത്, അതാണ് തിസ്അത്തു റഹത്ത് എന്ന് പറയുന്നത്. വലിയൊരു വിഷയമാണിത്. പറയുമ്പോൾ ചെറിയൊരു ആയത്താണെങ്കിലും വിഷയം വലിയതാണ്. ഈ തിസ്അത്തു റഹത്ത് എന്ന് പറയുന്നത്, അപ്പൊ രണ്ടർത്ഥത്തിന് ഞാൻ പറഞ്ഞു. ഒന്ന് വിശാലമായ ഇത്തിസ, വസിയ എന്ന് പറയുന്നതിൽ നിന്ന് തെസ ഉണ്ടായത്, തിസ അങ്ങനെ വിശദീകരിച്ചത് അല്ല. തിസ എന്ന് പറയുന്നത് 9 എന്നുള്ള അർത്ഥത്തിന് പറഞ്ഞ ആളുകൾ ഈ 9 പേര്. ഒന്ന് ഇബ്നു നൂഹ്, ഒന്നാമത്തത്. 2 ഇമ്രഅത്തു നൂഹ്. 3 ഇമ്രഅത്തു ലൂത്ത്. 4 ആസർ. 4. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ഹാമാൻ. 5. അതുപോലെ തന്നെ ഇമ്രഅത്തുൽ അസീസ്. 6. അതുപോലെ തന്നെ ഇമ്രഅത്തുൽ അസീസും ഹാമാനും കഴിഞ്ഞ 6 നമ്മൾ പറഞ്ഞു. ഖാറൂൻ. 7. സാമിരി. 8. ഫിറഔൻ. 9. ഇങ്ങനെ ഈ തിസ് ആണ് എന്നുള്ളത്. അതായത് മൂസ 10ാമത്തെ ആയത്ത് കാണിച്ചു കൊടുത്തത് ആയത്തുൽ കുബ്ര എന്ന് പറയുന്നത് സ്വന്തം ഉള്ളിലെ ഫിറഔനിനെ തിരിച്ചറിയലാണ്. അതാണ് സത്യത്തിൽ ആയത്തുൽ കുബ്ര എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലെ ഫിറഔനിനെ നമ്മൾ തിരിച്ചറിയാണ്, അത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അവന് നമ്മളെ എവിടേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ളത് അവന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ്, അത് മൂസ എത്തിയപ്പോഴാണ്. അതാണ് ആയത്തുൽ കുബ്ര എന്ന് പറയുന്നത്. അത് 10ാമത്തത്. അതാണ് ആയത്തുൽ കുബ്ര. ഏറ്റവും വലിയ തെളിവ് അതാണ്, ദൃഷ്ടാന്തം അതാണ്. അത് പിന്നെ വിശദീകരിക്കുക. അത് സന്ദർഭത്തിൽ നിന്ന് ഓർമ്മ വന്നപ്പോൾ അതിന് 9 ആളുകളെ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചു. ഇങ്ങനെ 9 എന്ന് പരിമിതപ്പെടുത്തിയ ആളുകൾ ഇബ്നു നൂഹിൽ നിന്ന് തുടങ്ങി, ഇമ്രഅത്തു നൂഹിൽ നിന്ന് തുടങ്ങി, ഇമ്രഅത്തു ലൂത്തിൽ നിന്ന് തുടങ്ങി, ഇമ്രഅത്തുൽ അസീസിലൂടെ, അങ്ങനെ ഹാമാനിലൂടെ, ഖാറൂനിലൂടെ, സാമിരയിലൂടെ, അതിൻ്റെ ഇടയിൽ ആസർ വിട്ടുപോയി, അങ്ങനെ ഫിറഔനിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് അന റബ്ബുക്കും ഉൽ അഅല എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക്. ഇതാണ് ഈ 9 അശുദ്ധികളിൽ നിന്ന് നമ്മൾ ശുദ്ധിയായാലേ നമുക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ, ഖുർആനിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇതാണ് മദീനയിലുള്ള ആ അറിവിന്റെ ഭൂമികയിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 9 ആളുകൾ. ഇതെവിടെയാണ്? ഏത് ടൗണിലാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണത്. അത് നമ്മൾ പറഞ്ഞല്ലോ, നൂഹിൽ നിന്ന് ഷുഐബിലേക്കുള്ള യാത്രയാണ് മദിയന്. ഷുഐബിൽ എത്തുമ്പോഴാണ് മദിയനിൽ എത്തുന്നത്. അതുപോലെ തന്നെ ലൂത്തിൽ നിന്ന് മൂസയിലേക്ക് എത്തുമ്പോഴാണ് മദീനത്തിൽ എത്തുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അത് പിന്നെ ഞാൻ വിശദീകരിക്കാതെ എങ്ങനെയാണ് ആ വരവ്. അതൊക്കെ ഈ മുസ്ഹഫിന്റെ ഉള്ളറകളിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ചില ആളുകൾ എന്താണ് ഈ പറയണതെന്ന്, കാരണം അവർക്ക് ഖുർആനിലെ പിന്നെ ശരിക്കൊന്നും ഓതാനും കൂടി അറിയാത്ത, വായിക്കാനും കൂടി അറിയാത്ത ആളുകളോട് പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവരെന്നെ ഓത്ത് പഠിപ്പിച്ച്, അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. മുസ്ഹഫ് അവരെ പഠിപ്പിക്കാൻ, അങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ വായിച്ച് അതിന്റെ പരിഭാഷ വായിച്ച ആളുകളെ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കലെങ്കിലും അതിന്റെ പരിഭാഷയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് നമ്മൾ പറയണത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഇയാൾ പറയണതെന്നുള്ള പ്രതികരണം തന്നെ വരുള്ളൂ. നമുക്ക് ആ പ്രതികരണത്തോട് ഒരു അസഹിഷ്ണുതയില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോ ഇതാണ്. അപ്പോ ലൂത്തിൽ നിന്ന് മൂസയിലേക്ക് എത്തുമ്പോൾ അത് മദീനത്തും
നോഹിൽ നിന്ന് ഷുഐബിലേക്ക് എത്തുമ്പോൾ അത് മദിയനുമാണ്. ഷുഐബിലെത്തുമ്പോഴാണ് അത് മദിയനാകുന്നത്. ആ മദീനയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്, ഈ അറിവിന്റെ ജലം, ഈ ദീനിന്റെ ജലം അവിടുന്നാണ് കോരിക്കൊണ്ടിരുന്നത്. അതൊക്കെ അത്ര മനസ്സിലാക്കിയപ്പോ അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്കൊക്കെ പിന്നീട് പോകാം. അപ്പൊ ഈ ആള് ഇബ്നു നോഹ് എന്ന് പറയുന്നത് അതുവരെ നോഹ് കെട്ടിപ്പടുത്ത പാരമ്പര്യ വിശ്വാസങ്ങളാണ്. ഇമ്രാത്ത് നോഹ് എന്ന് പറയുന്നത് നോഹിന്റെ തന്നെ ഉള്ളിലുള്ള നോഹിനെതിരായ ചിന്തകളാണ്. മനസ്സിന്റെ ഉള്ളിലെ നമുക്കെതിരായ നമ്മുടെ ഉള്ളിൽ നിന്നും വിരുദ്ധമായ ചിന്തകൾ വരും. ഒരു മനുഷ്യന്റെ സൗജ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധമായ ചിന്തകളാണ് അവന്റെ കമ്പാനിയൻ. അതല്ല കൂടെ കിടക്കുന്ന ഭാര്യയല്ല. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കമ്പാനിയൻ എന്ന് പറയുന്നത്, അവന്റെ സൗജ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന പരിശുദ്ധമായ ചിന്തകളാണ്. അതാണ് അസ്വാജ് മുത്തഹറ, അതാണ് പരിശുദ്ധമായ ചിന്തകൾ. നമ്മൾ മുമ്പ് മനസ്സിലാക്കി എങ്ങനെയല്ല, അസ്വാജ് മുത്തഹറ എന്ന് പറഞ്ഞാല് ഹൈലുൻ നിഫാസ് ഒന്നും ഇല്ലാത്ത, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല സ്വർഗത്തിൽ, പെണ്ണുങ്ങൾക്ക് അതൊന്നും ഇല്ലാത്ത പരിശുദ്ധകളായ സ്ത്രീകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അത് വേറെ കാര്യമാണ്. അത് ഇപ്പൊ വിഷയത്തിലേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വിരുദ്ധമായി വരുന്ന ചിന്തകളാണ്. നമ്മുടെ മനസ്സാവുന്ന കണ്ണാടിയാണത്. അല്ലാതെ ഭാര്യ എന്നുള്ള അർത്ഥത്തിനല്ല. എങ്ങനെ ഇമ്രഅത്ത് നോഹ്, ഇമ്രഅത്ത് ലൂത്ത്, ഇമ്രഅത്ത് ഫിറഔൻ, ഇമ്രഅത്തുൽ അസീസ്, എങ്ങനെ ഇമ്രഅത്തുൽ ഇസ്സത്താണത്? യൂസുഫിന്റെ നമ്മള് പാതിരാക്ക് വയല് കേൾക്കാൻ സുഖമാണ് ഇപ്പോഴത്തെ കഥകളൊക്കെ. യൂസുഫും ഇമ്രഅത്തുൽ അസീസും എന്ന് പറഞ്ഞ അസീസ് രാജാവിന്റെ ഭാര്യ സുലൈഖ ബീവിയും തമ്മിലുണ്ടായ പിന്നെ കഥകളൊക്കെ നമുക്ക് വയല് കേട്ട് രസിക്കാൻ സുഖമാണ്. പക്ഷേ ഖുർആൻ പറയുന്ന ഇമ്രഅത്തുൽ അസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഇസ്സത്തുൻ നഫ്സാണത്, നഫ്സിന്റെ ഇസ്സത്താണത്. അതാണ് സത്യത്തിൽ നമുക്ക് വിരുദ്ധമായി നിൽക്കുന്ന ചിന്തയാണത്. ആ ഇസ്സത്ത് നഫ്സിന്റെ ഇസ്സത്ത്, ആ കണ്ണാടിയാണത്. അത് നമുക്ക് വിരുദ്ധമായ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് നമ്മുടെ ബാബുൽ ഇൽമില് തടസ്സമായിട്ട് നിൽക്കുന്ന, അറിവിന്റെ വാതിലിക്കൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഇമ്രഅത്തുൽ അസീസാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ അതിന്റെ വിശദമായ വിശദീകരണം സൂറത്ത് യൂസുഫിലൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് എത്തും. അത് മുഴുവനായിട്ട് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക്, അതിന്റെ താത്വികമായ, അതിന്റെ യുക്തിഭദ്രമായ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇതാണ് പറയണത്. അതുപോലെ തന്നെ അത് ഇമ്രഅത്ത് എന്ന് എഴുതുമ്പോൾ ആദ്യ അവസരത്തിലൊക്കെ ഇമ്രഅത്ത് എന്ന് എഴുതുമ്പോൾ തുറന്ന താ ആണ് എഴുതുന്നത്. ബാഗ് പോലത്തെ താവ്, അലിഫ് ബാഗ് താവ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ താ ആണ് ഇമ്രഅത്ത് നൂഹ് എഴുതുമ്പോ, ഇമ്രഅത്ത് ലൂത്ത് എഴുതുമ്പോ, ഇമ്രഅത്തുൽ അസീസ് എഴുതുമ്പോ. പിന്നെ ഇമ്രഅത്തുൻ തംലിക്കുഹ് എന്ന് പറയുന്ന സഭയിലെ ഇമ്രഅത്തിലേക്ക് എത്തുമ്പോ അവളാണ് അത് ക്ലോസ് ചെയ്യണത്. അതിന്റെ കാരണങ്ങളൊക്കെ ഇന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പൊ റഹ്മത്ത് തുറന്നിട്ട് ആദ്യം എഴുതും, മീമിന് ശേഷം പിന്നെ അലിഫില്ല. അത് റഹ്മത്ത് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്ത താവ് എഴുതും, ഇങ്ങനെ വട്ടത്തിലുള്ള താവ് എഴുതും. ഇപ്പൊ ആദമിൽ നിന്ന് കലിമാത്താണ്, റബ്ബിഹി കലിമാത്തിൻ എന്നാണ്. അവിടെ മീമിന് ശേഷം അലിഫില്ല, മീമിന് ശേഷം തുറന്ന ഒരു താ ആണ് അവിടെ. പക്ഷെ ഈസയിലെത്തുമ്പോ കലിമത്തുള്ള, അല്ലെങ്കിൽ തമ്മത്ത് എന്ന് പറയുമ്പോ തമ്മത്ത് കലിമത്ത് റബ്ബിക്ക, അവിടേക്കാണ് ആ താ അടച്ചു വെക്കുന്നത്, ക്ലോസ് ചെയ്യണ താ ആണത്. അതൊരു ഭാഷ അല്പം വിശദീകരിച്ചു എന്നേ ഉള്ളൂ. ഇത് ഞാൻ വിശദമായി ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആളുകൾ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഴത്തിലൊക്കെ ഞാനത് വിശദീകരിച്ചു പോകണം. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീടേ പറയുള്ളൂ. അതാണ് കലിമാത്ത്, റഹ്മത്ത്, രണ്ടും അതിന്റെ ഇടയിൽ നമ്മൾ വായിക്കുമ്പോൾ
കലിമാത്ത് എന്ന് വായിക്കുന്നതേ ഉള്ളൂ. പക്ഷെ മീമിന് ശേഷം അലിഫ് അവിടെ എഴുതിയിട്ടില്ല മുസ്ഹഫിൽ. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് ആ രൂപത്തില്. മഅദൂദത്ത്, മഅദൂദാത്ത്, അങ്ങനെ റഹ്മത്ത്, റഹ്മാത്ത്, ബയ്യനത്ത്, ബയ്യനാത്ത്, ബയ്യനാത്തിൽ നിന്ന് ബയ്യനത്തായി മാറുന്നു. അങ്ങനെ കുറെ പദങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ ഇത് ഇമ്രാത്ത് എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ അത് ഇമ്രാത്തും തംലിക്കുഹും എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ഇമ്രാത്ത് ഫിറഔൻ, ഫിറഔൻ എന്ന് പറയുന്നത് ബാഹ്യമായി ലാഹിറിലെ വിരുദ്ധമായ ചിന്തയാണെങ്കിലും അവന്റെ ഉള്ളിലെ നന്മയുടെ മനസ്സാണത്. മോമിനത്തായ ഈ ആശയത്തെ ഉൾക്കൊണ്ട് ഉള്ള ഒരു മനസ്സ് ഓരോരുത്തരിലും അങ്ങനെ ഉണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മോമിനത്തായ നഫ്സ്. അതാണല്ലോ അമ്രാത്തും മോമിനത്തുൻ ഇൻ വഹബത്ത് നഫ്സഹ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചത് എന്താണെന്നാണ്, നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ഒരു സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ ആ നബിയെ, ആ സ്ത്രീയെയും നബിക്ക് കെട്ടാം എന്ന രീതിയിലാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ വമ്രാത്തും മോമിനത്ത് പിന്നെ ഏതാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലാണ്. ഇമ്രാത്തും മോമിനത്ത് ആ നഫ്സാണത്, മോമിനത്തായ നഫ്സാണ്. ആ നഫ്സിനെയാണ് തരുന്നത്, നമ്മുടെ ഉള്ളിൽ നബിക്ക് കൊടുക്കുകയാണ്. നബിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നബിക്ക് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു അർത്ഥത്തിലാണ് വിശദീകരണം എഴുതിയിട്ടുള്ളതും, വേറൊരു അർത്ഥത്തിലാണ് അതിനെ വിമർശിച്ച് പരിഹസിക്കുന്ന ആളുകളും ആ അർത്ഥത്തിൽ തന്നെയാണ്. ഇൻ വഹബത്ത് നഫ്സഹ എന്ന് പറഞ്ഞാല്, നഫ്സഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരീരം കൊടുത്താൽ എന്നാക്കുകയാണ്. അത് ഇങ്ങനെ കഥകൾ മെനയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ ഈ തിസ്അത്തു റഹത്താണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിനി തഹൂറിലേക്ക് വരണം. ഇത് 1 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. പക്ഷെ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ വിശദീകരിക്കാം. കാരണം ഈ തിസ്അത്തു റഹത്താണ് ലഅഖൂദ തന്നെ സിറാത്തക്കൽ മുസ്തഖീം എന്ന് പറയുന്ന ഈ സിറാത്തുൽ മുസ്തഖീമിലാണ് ഈ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഈ ദുഷിച്ച ചിന്തകൾ, നമുക്ക് നന്മക്ക് വിരുദ്ധമായ ചിന്തകൾ, നമ്മുടെ ഉള്ളിലെ ഈജാബിയായ പോസിറ്റീവായ തലങ്ങൾക്ക് വിരുദ്ധമായ സലബിയായ ചിന്തകളാണത്. അഫ്കാറു സലബിയാണ്, അഫ്കാറുൽ മൗറൂസ പാരമ്പര്യ ചിന്തകളാണത്. അഫ്കാറുൽ ഇസ്സത്ത്, എനിക്ക് എന്റേത് മതി എന്ന ദുരഭിമാനത്തിന്റെ ചിന്തയാണത്. ഞാൻ കണ്ടത് മാത്രമാണ് ശരി എന്ന് പറയുന്ന, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന ഫിറഔനിക ചിന്തയാണത്. എല്ലാ വസ്തുക്കളെയും പദാർത്ഥവൽക്കരിക്കപ്പെടുന്ന സാമിരി ചിന്തയാണത്. അതാണിത്. ഇത് ഓരോന്നും വിശദീകരിച്ചാൽ സമയം ഒരുപാട് വേണം. ഞാൻ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. ഒക്കെ ജസദാക്കുന്ന, എല്ലാം പദാർത്ഥവൽക്കരിക്കുന്ന, ജബൽ എന്ന് പറഞ്ഞാൽ മല എന്ന് തന്നെ കാണുന്ന, നഫ്സ് എന്ന് പറയുമ്പോൾ ശരീരം എന്ന് കാണുന്ന, ഇങ്ങനെ എല്ലാം പദാർത്ഥവൽക്കരിച്ച് കാണുന്ന സാമിരി ചിന്തയാണ്. അതാണ് ഏതോ ഒരു സുഹൃത്ത് എന്താണ് മസീഹുദ് ദജ്ജാൽ എന്ന് ചോദിച്ചിരുന്നു. സാമിരിയാണ് മസീഹുദ് ദജ്ജൽ. മസീഹുദ് ദജ്ജൽ സാമിരിയാണ്. യഥാർത്ഥ മസീഹ് ഈസയാണ്, ഈസബിന് മറിയാമാണ്. ഇന്നമൽ മസീഹ് ഈസബിന് മറിയം, അതാണ് യഥാർത്ഥ മസീഹ്. എന്നാ ദജ്ജലായ മസീഹ്, ക്രൂശിക്കപ്പെടുന്ന മസീഹ്, അത് മസീഹുദ് ദജ്ജൽ സാമിരിയാണ്. അത് ഒരുപാട് വിശദീകരിക്കാം പിന്നീട്. ഞാനൊരു സൂചന നൽകുകയാണ്. ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അതിൽ നിന്ന് ചിന്തിക്കുക. യൂസുഫിന്റെ കൂടെ ജയിലില് നഫ്സുൽ സിജുനുൻ നഫ്സ്, മനസ്സാവുന്ന ജയിലില് യൂസുഫിന്റെ കൂടെ കഴിഞ്ഞ ആളുകളിൽ ഒന്ന് സാമിരിയും ഒന്ന് മോസയാണ്. മോസയാണ് സിജലിൽ നിന്ന് മോചിതനാകുന്നതും പിന്നെ സാമിരി ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് വേറൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഈ തിസ്അത്ത് റഹത്ത് മാത്രം ഒന്ന് മനസ്സിലാക്കി അതിന്റെ വിശാലമായ വിശദീകരണങ്ങളിലേക്ക് പിന്നെ പോകാം. തിസ്അത്ത് റഹത്ത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു അശുദ്ധമായ നെഗറ്റീവായ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലെ ചിന്തകളാണ് അവ. അതിൽ നിന്ന് ശുദ്ധമായി പോസിറ്റീവ് ചിന്തകളിലേക്ക്, ഈജാബിയായ ചിന്തകളിലേക്ക്
അവൻ വന്നെങ്കിലേ യാഥാർത്ഥ്യങ്ങൾ അവന് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അവനെ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, അവർക്ക് ആ ഖുർആനിനെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. യാഥാർത്ഥ്യങ്ങൾ അവർക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അവർക്കേ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ തിസ്അത്തു റഹത്താണ് ഞാൻ പറഞ്ഞത്. ഇബ്നു നൂഹ്, ഇമ്രാത്ത് നൂഹ്, ഇമ്രാത്ത് ലൂത്ത്, ഇമ്രാത്തുൽ അസീസ്, ആസർ, ഹാമാന്, സാമിരി, കാറൂന്, ഫിറോന്, ഇത്രയും കാര്യങ്ങൾ. ഈ തലങ്ങളൊക്കെ വിശദമായി വിശദീകരിക്കേണ്ട 9 തലങ്ങളാണ്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സലാം.